ഹലോ, റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ പാത്തൂൻ്റെ 3ാം പിറന്നാളാണ്. അതിന് ചിക്കൻ മസാലയൊക്കെ വെച്ചിട്ടുണ്ട്. കോഴി ബിരിയാണിയാണ് വെക്കുന്നത്. ചിക്കൻ മസാല ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അങ്ങനെയുള്ള പരിപാടികളാണ്. ഇതെൻ്റെ പാത്തു ഇതാ പാത്തു അല്ല, പാത്തു പൊളുവിന് കാണിച്ചു തരികയാണ്. ഇതാ കണ്ണുണ്ട തുറച്ചിട്ട്. അപ്പോൾ എൻ്റെ പാത്തുവാണത്. ചിക്കൻ ചില്ലി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനിവിടെ 1.5 കിലോ ചിക്കൻ ചില്ലി ഉണ്ട്. അതിലേക്ക് കളറുകളൊക്കെ ഇട്ടെടുക്കാൻ പോവുകയാണ്. ഒന്നേരം മക്കളെ എൻ്റെ പാത്തുവിൻ്റെ ബർത്ത്ഡേയാണ്. ഇതാ അതിലേക്ക് ലേശം കുരുമുളകിൻ്റെ പൊടി എടുക്കുന്നുണ്ട്. ചകരം കുരുമുളകിൻ്റെ പൊടി അതാ പാത്തു. ഇതാ ലേശം മഞ്ഞപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് ലേശം മുളക് പൊടി. ഇതാ അല്ലാതെ എനിക്ക് പറ്റില്ല, കുട്ടികൾ തിന്നാനല്ലേ. അതുകൊണ്ടാണ് മക്കളെ ഇങ്ങനെ കാട്ടുന്നത്. ഞാൻ എൻ്റെ മക്കളെ ലേശം ചിക്കൻ മസാല ഇടുന്നുണ്ട്. എന്നാലും മണിക്കല്യാളെ ഒന്ന് നോക്കിയൊക്കെ ഒന്ന് അടിപൊളി വിഭവങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഇതാ കോൺഫ്ലവറിൻ്റെ പൊടി ലേശം കൊടുക്കുന്നുണ്ട്. ലേശം കാശ്മീരി മുളക് പൊടി ഒന്നുകൂടി കളറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കൂട്ടി അതിലേക്ക് കൂട്ടേണ്ടതാണ്. ലേശം കോൺഫ്ലവറിൻ്റെ പൊടി കുറച്ചേ കൂട്ടുന്നുള്ളൂ. ലേശം കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ കൂട്ടിയിട്ടുണ്ട്. അത്രേ വേണ്ടുള്ളൂ, അല്ലാതെ കളർ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് ലേശം ഉപ്പിട്ട് എടുക്കാൻ പോവുകയാണ്. ലേശം ഉപ്പിട്ട് എടുക്കുകയാണ്. വല്ലാതെ വേണ്ട. ഇതിൻ്റെ നമ്മൾ ചില്ലി മുളക് പൊടി മസാല കൊടുക്കുന്നുണ്ട്. ചില്ലി മസാലപ്പൊടി നിങ്ങളത് കുറച്ച് മതി, ഉപ്പുണ്ടാവും. കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് നുള്ളു പെരുംജീരകം ലേശം വെളുത്തുള്ളി എഞ്ചി കൊടുക്കുന്നുണ്ട്. നുള്ളു പെരുംജീരകം എനിക്ക് ലേശം വെളുത്തുള്ളി എഞ്ചി ലേശം വെളുത്തുള്ളി എഞ്ചി പച്ചമുളക് കൊടുക്കുന്നുണ്ട്. തിരുമ്പാൻ പോവുകയാണ്. മസാല നല്ലോണം കുഴച്ച് എല്ലായിടത്തും കൂടി പൊടിച്ച് അതിൻ്റെ ഉപ്പും പുളി എരി ഒക്കെ എല്ലായിടത്തും കൂടി പൊടിച്ചാലാണ് ആ ചില്ലിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാ വെൽബെറ്റിലും എല്ലാവരും കൊടുത്തോളി. പൊന്നാരൻ്റെ മാണിക്ക കല്യാളെ എൻ്റെ ചങ്കളെ മക്കളെ. വൈകുന്നേരമാണ് ബർത്ത്ഡേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ പോന്നോളി. അത് നല്ല തിരുമ്പിയിട്ട് അത് ഒന്നിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ എന്നിട്ട് അതിലേക്കൊരു മുട്ടയും കൂടി ഉടച്ച് പാരാൻ പോകുന്നുണ്ട്. ഹലോ ഗൈസ്, ഇതായിരിക്കും മുട്ട ഉടച്ച് പാർന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി വന്നിട്ട് ആ മുട്ടയൊക്കെ എല്ലായിടത്തും കൂടി പൊടിക്കാൻ വേണ്ടി തിരുമ്പി വെക്കുകയാണ്. നല്ല അതൊന്ന് പൊടിക്കട്ടെ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ചില്ലി ഇവിടെ മസാലയാക്കി വെച്ചിട്ടുണ്ട്. കോഴി അവിടെ മസാലയാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും മക്കളെ അങ്ങനെ തന്നെയാണ്. ഹലോ ഗൈസ്, ഞാൻ അവിടെ ബിരിയാണി വെക്കാൻ പോകണം. അതിന് അണ്ടിപ്പരിപ്പും മുന്തിരിയും പൊരിച്ചെടുക്കുകയാണ്. അണ്ടിപ്പരിപ്പ് കൊട്ടാൻ പോവുകയാണ്. അണ്ടിപ്പരിപ്പ് കൊടുക്കാൻ പോവുകയാണ്. മുന്തിരി കൊടുക്കുകയാണ്. കുറച്ചും കൂടി മുന്തിരി ആവശ്യമുണ്ട്. മുന്തിരി കൊടുത്തിട്ടുണ്ട്. ഇനി അത് വറുത്ത് കോരി കാണുന്നുണ്ട്. ഉള്ളി കൊടുക്കുകയാണെങ്കിൽ രസം പൊരിച്ചെടുക്കണം. അതിപ്പോൾ നേരം പൊരിച്ചെടുക്കാറുണ്ട്. ഉള്ളിയൊന്ന് മാറി വരട്ടെ. അപ്പോൾ ഉള്ളി മൊരിഞ്ഞ് വരണം, കളർ മാറി വരണം. അപ്പോൾ നമ്മൾ മൊരിഞ്ഞ് വരട്ടെ. ഗൈസ്, ഇതാ എന്താ ഉള്ളി പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി വാട്ടാൻ പോവുകയാണ്. ഉള്ളി എടുക്കുകയാണ്, വാട്ടാനുള്ള ഉള്ളി. കുറച്ച് മസാല ഉണ്ടാക്കുകയാണ്. ഉള്ളി മസാല ഉണ്ടാക്കുകയാണ്. അത് വാട്ടാൻ പോവുകയാണ്. 6 കിലോ ഇറച്ചിയുണ്ട്. അതിലേക്കുള്ള ഉള്ളിയാണ് 5 കിലോ ഉള്ളി. ഇനി കച്ചമ്പന്ന് മാറ്റി വെക്കുകയാണ്.
നന്നായി ഒന്ന് വാട്ടി കൊടുക്കാൻ പോവുകയാണ്. നല്ലോണം ഈ ഉള്ളി വാടി കുഴഞ്ഞ് വരണം, എന്നാലും അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആരെ മക്കളെ ഉള്ളി ഒന്ന് വാടി വന്നാൽ എന്താ അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ തന്നെ ഉള്ളി പച്ചയുള്ളി തന്നെ മണം തരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വാടുകൂടി ചെയ്താൽ വിട്ടേക്കാൻ അതിൻ്റെ മണക്കുക. നല്ലോണം ഒന്ന് കുഴഞ്ഞ് രൂപത്തിൽ വരട്ടെ, എന്നാലും അതിൻ്റെ രസം കിട്ടുള്ളൂ. പിന്നെ നമ്മൾ കുഴഞ്ഞതിൻ്റെ ശേഷം ഇത് തക്കാളി കൊട്ടി കൊടുക്കും. കിലോ തക്കാളി ഉണ്ട്, 1 കിലോ തക്കാളി ഉണ്ട്. അപ്പോൾ നല്ലോണം വാടി വരട്ടെ. ഞാൻ ഇതിക്ക് ജയിച്ചിട്ട് ഉപ്പിടാൻ പോവുകയാണ്. ഉള്ളി നല്ലോണം വാടി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പിടുന്നത്. അപ്പോൾ കോയിൽ ഉപ്പുണ്ട്, അപ്പോൾ കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ. നമുക്ക് കൂടിയാൽ കുറക്കാൻ പറ്റില്ല, കുറക്കാൻ ബുദ്ധിമുട്ടാണ്. കുറഞ്ഞാലും കൂട്ടാൻ പറ്റും. അപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ നല്ലോണം വാടി വരട്ടെ, നല്ല വാടി വരട്ടെ. ഇട്ടാണ് വാടുള്ളൂ. മക്കളെ ഏകദേശം വാടി വരുന്നുണ്ട്. വാടി കുഴഞ്ഞത് വരുന്നുണ്ട്. അങ്ങനെ വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇളക്കി കൊടുക്കാൻ പോവുകയാണ്. നല്ല ഇളക്കിയാലാണ് ആ ഉപ്പ് അതൊക്കെ എല്ലാവർക്കും പിടിച്ചത് വാടി കുഴഞ്ഞ് വരുള്ളൂ. പൊന്നാറിൻ്റെ ചങ്കളെ എന്താ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അസറാറെന്ന് നമുക്ക് അറിയില്ല. നല്ല കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ എനിക്ക് തക്കാളി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നല്ല കണ്ടോ, നല്ല കഴിഞ്ഞ് വന്ന് ലെവലായിട്ട് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. തക്കാളി ഇട്ട് കൊടുത്തു. ഇനി അതും നല്ലോണം ഒന്ന് വാടി അതിൽ കുഴഞ്ഞ് വരണം. ആ പച്ചമുളകൊക്കെ മാറി അതിൻ്റെ ശേഷം നമ്മൾ വെള്ളമൊക്കെ കൂട്ടുള്ളൂ. അപ്പോൾ അത് ലെവലായി വരട്ടെ. പൊന്നാൻ്റെ മക്കളെ അത് ലെവലായി വന്നാലാണ് നമുക്ക് ലെവലായിട്ട് ഇത് വരട്ടെ. തക്കാളി നല്ലോണം അങ്ങോട്ട് ചുവപ്പായിട്ട് വരട്ടെ. നല്ല മൂത്താലേ നമുക്ക് അതിൽ ചിക്കൻ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റും മണവും രുചിയൊക്കെ കിട്ടുള്ളൂ. മക്കളെ ഇതൊന്നൊക്കെ വേറെ ലെവലാണ്. നിങ്ങൾക്ക് അറിയില്ല. നല്ലോണം തക്കാളിയൊക്കെ ഒന്ന് വാടി അതിൻ്റെ രൂപത്തിൽ വന്നാലേ നമുക്ക് ഏകദേശം ഒരു രുചി കിട്ടുള്ളൂ അല്ലേ. ലെവലാട്ടെ. പൊന്നാളിൻ്റെ മാറ്റിടത്തിൽ വേറെ ഒന്നും പറയാനുള്ള ഒരു രക്ഷയില്ല. അത് വാടിയൊന്ന് വരട്ടെ. ഇതാ ഞാൻ കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വാടി വന്നിട്ടുണ്ട്. കുറച്ച് ഇവിടെ പോയി. കരിവേപ്പില തൊട്ട് നല്ലോണം ഒന്ന് വാടി നല്ല വാടി വരട്ടെ. പൊന്നാനെ വാടിച്ച കരിവേ നല്ലോണം വാടി വന്നാൽ തക്കാളി ആ ഉള്ളിയൊക്കെ അങ്ങനെ അത് കരിവേപ്പിലൊക്കെ ഒരു മണം അങ്ങനെ വരുമ്പോഴേ നമുക്കിങ്ങനെ ഇപ്പോൾ തന്നെ ചോദിച്ചാൽ തോന്നും. അത്രയ്ക്ക് വാസന വരുന്നത്. ഇതാക്കണം ആ വേപ്പിലേക്ക് ഒന്ന് വാടി വരട്ടെ. അല്ല വേപ്പിലേക്ക് ഒന്ന് വാടി നല്ല വാടി കുഴഞ്ഞ് വരട്ടെ. നല്ലോണം വാടി വരട്ടെ വേപ്പില. അത് വാടി വന്നു. ഒരിക്കലും രസം പൊതിന മല്ലിച്ചപ്പ് കൊടുക്കുന്നുണ്ട്. ഒരു എത്ര മല്ലിച്ചപ്പ് കുട്ടികളുടെ ടേസ്റ്റ് വേറെയാണ്. പുതിന കൊടുക്കുന്നുണ്ട്. പുതിന ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര രസം കിട്ടാൻ കുറച്ചധികം മല്ലിച്ചപ്പ് കൂട്ടിയാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതും അതിൽ വാടി ഒന്ന് വരട്ടെ അല്ലേ. നല്ലോണം ഒന്ന് കുഴഞ്ഞ് വരട്ടെ. നല്ല വാടി വന്നാലാണ് നമ്മൾ ഉള്ളിലൊക്കെ മണം നമുക്ക് കിട്ടുള്ളൂ. അതും നല്ല വാടി വരട്ടെ. നല്ലോണം വാടി വരട്ടെ. നല്ല ടേസ്റ്റിൽ കിട്ടാനാണ് നമുക്ക്. കുറച്ച് പച്ചമുളകിൻ്റെ വെള്ളം വന്നിരിക്കണം ഒന്നുകൂടി വാടാൻ വേണ്ടിയിട്ട്. ഉള്ളി ഇതായി കാണാൻ. അപ്പോൾ അതാണ് എല്ലാം കാണാം വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് അതാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇത് ഇഞ്ചിയാണ്. ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. എല്ലാവരും എരി കൂടാൻ പറ്റില്ല. കുറച്ച് ഇഞ്ചി എടുക്കുന്നത്. ഇത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് പച്ചമുളകാണ്. പച്ചമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടി എരി വരുമ്പോഴേ കുട്ടികൾക്ക് തിന്നുമ്പോൾ എരി കൂടുള്ളൂ. അപ്പോൾ അതത്ര കുറച്ചേ പറ്റുള്ളൂ. അത് നല്ലവണ്ണം വാടി വരട്ടെ. അതിൻ്റെ പച്ചമുളക് മാറട്ടെ. അതിൻ്റെ പച്ചമുളക് മാറിയാലേ നമുക്ക് അതിൻ്റെ രസം കിട്ടുള്ളൂ. വറകടുപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും. വറകടുപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ അതൊരു ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ്. അതും നമ്മളതിൽ കൂടെ വാടി വന്നിട്ടുണ്ട്. ഞാൻ വഴിക്ക് കൊടുക്കാൻ പോണത് വാടി വന്നിട്ടുണ്ട്. വഴിക്ക് കൊടുക്കാൻ പോണത് എന്താണെന്നറിയോ? എന്നാലും മക്കളെ ഞാൻ എടുക്കാൻ പോണത് എന്താണെന്നറിയോ? വഴിക്ക് കൊടുക്കുന്നത് നമ്മൾ കുരുമുളകിൻ്റെ പൊടി ലേശം കൊടുക്കുന്നത്. കുറച്ച് തോനെ പറ്റൂല. അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കാൻ പോണത് ഗരം മസാലപ്പൊടിയാണ്. വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് കൊടുക്കുന്നത്. വലിയ ജീരകത്തിൻ്റെ പൊടി 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയും മതി നമ്മളെ ഇതിൽ. നമ്മളത് നല്ലോണം ഇളക്കി കൊടുക്കട്ടെ. നല്ലോണം വാടി നല്ല വാടി വരട്ടെ. എല്ലാം വാടി വരട്ടെ. യാത്രേ എന്നാ കുറച്ച് വെള്ളം കിട്ടാം. അപ്പോൾ അത് നോക്കാം. കുറച്ച് വെള്ളം തരുന്നത് ഞാനറിയാം. അടി പിടിക്കാതെ കിട്ടാനാണ്. അടി പിടിച്ചാൽ അത് ഒരു അതിൻ്റെ അംഗവാസന ഇട്ടു. അതാണ് കൊടുക്കുന്നത്. ഞാൻ മരിക്ക് ഇടാൻ പോണത്.
നമ്മളെ പാത്ത് വർത്താനം പറയാണ്. അപ്പോൾ നമ്മൾ അതിൽ ഇടാൻ പോണത് കുരുമുളക് ഇട്ടു, വലിയ ജീരകം ഇട്ടു. ഈ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ്. ഗരം മസാലയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാലയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് വല്ലാതെ പറ്റില്ല, കുത്തുള്ളൂ. കുത്തിൽ വന്നാൽ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ അതൊന്നുകൂടി ഇളക്കി കൊടുക്കുകയാണ്. നല്ലോണം ഇളക്കി കൊടുത്താൽ ആ മസാലയുടെ ലെവലായി വരും. അപ്പോൾ അതിന് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് മുളക് പൊടി, കാരണം കുരുമുളക് പൊടിയൊക്കെ കൂട്ടിക്കണം. അപ്പോൾ വല്ലാതെ മുളക് പൊടി പറ്റില്ല. അര സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാലയൊക്കെ കൂടുമ്പോൾ അതിൻ്റെ ആ എരി ഒക്കെ ഉണ്ടാവും. ചിക്കൻ മസാലയുടെ പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുത്തുള്ളൂ. അതിന് നല്ലോണം വാടി വരട്ടെ. നല്ല വാടി വന്നാൽ നമ്മളിത് നല്ല വാടി വരട്ടെ. നല്ല വാടി വന്നതിന് ശേഷം നമ്മൾക്ക് പരിക്കിഞ്ഞ് എടുക്കാൻ പോണത് മഞ്ഞപ്പൊടിയാണ്. ഇതിനുള്ളിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞപ്പൊടി 2 സ്പൂൺ മഞ്ഞൾ, 2.25 സ്പൂൺ മഞ്ഞപ്പൊടി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലോണം വാടി വരട്ടെ. അപ്പോൾ നുള്ള് മല്ലിപ്പൊടിയുടെ ആവശ്യമുണ്ട്. മല്ലിപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇടണമെന്നില്ല. അത് ഞാനൊരു കുത്തിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1.25 സ്പൂൺ കൊടുക്കുന്നുണ്ട്. അതൊന്ന് നല്ലോണം ഒന്ന് വാടി വരട്ടെ. നല്ലോണം വാടി വന്ന് അതിൻ്റെ എന്താണ് അതൊക്കെ ഉടനെ ഉള്ളി വേപ്പിൻ്റെ ആ മസാലയും ഒക്കെ അതിനെ പൊടിച്ച് വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. എരിയൊക്കെ പാകമാണ്, അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഒരു ലേസം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും മതി നമ്മളെ മസാല. കുറച്ച് എണ്ണ കൂടി വേണം. അപ്പോൾ ആ ഇതൊക്കെ കടന്നാലാണ് അതിൻ്റെ ആ രസം കിട്ടുള്ളൂ, ഒരു മണം ഇതൊക്കെ കിട്ടുള്ളൂ. നല്ല വാടി വരട്ടെ. ഞാൻ മസാലയൊക്കെ ഒന്ന് വെന്ത് സെറ്റായി വരട്ടെ. മസാലയൊക്കെ സെറ്റായിട്ട് വന്ന് നമ്മൾ നാരങ്ങ പിഴിഞ്ഞത് 1/2 സ്പൂൺ പാർന്നെടുക്കുന്നുണ്ട്. അതൊക്കെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് മക്കളെ പാർന്നെടുക്കുന്നത്. കുറച്ചേ പാർന്നെടുത്തിട്ടുള്ളൂ. ഒരു ചെറിയൊരു പുളിയൊക്കെ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ബിരിയാണിൻ്റെ രസം കിട്ടുള്ളൂ. അപ്പോൾ അതങ്ങനെ സെറ്റായി വരട്ടെ. നല്ലോണം നമുക്ക് വരട്ടെ. വല്ലാതെ കഞ്ഞാൽ അടി പിടിച്ചോളൂ. അപ്പോൾ കണ്ടോ മസാലയൊക്കെ കണ്ടോ നല്ലൊരു ഇതിൽ വന്നിട്ടുണ്ട്. നല്ല കുഴഞ്ഞ രൂപത്തിൽ വന്നിട്ടുണ്ട്. നല്ല രസത്തിലാണ് വന്നിട്ട് മസാലയൊക്കെ. ഇനി നമുക്ക് ഉപ്പുണ്ടോ നോക്കിയേക്കാം. ഉപ്പൊക്കെ പാകാണ്, ഉപ്പ് പാകാണ്, പിന്നെ പകരിയും പാകാണ്, ഉപ്പും പാകാണ്, എല്ലാതും പാകാണ്. എരി ബാലൻസ് ചെയ്യാനാണ് ലേശം തൈര് നമ്മൾ പാർന്നെടുക്കുന്നത്. കുറച്ച് തൈര് മതി, അല്ലാതെ വേണ്ട. അപ്പോൾ അത് ഇതാണ് ആ തൈരിൻ്റെ ഒരു പുളിയൊക്കെ പുറത്ത് കിട്ടുമ്പോൾ ആ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. എരി എല്ലാവരും എരി കിട്ടില്ല. ഇങ്ങനെയാണ് മക്കളെ ബിരിയാണി ഞാൻ വെക്കൽ. മസാലയൊക്കെ സെറ്റായിട്ട് ആ ഉള്ളിയൊക്കെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നല്ല അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ കണ്ട ഉള്ളിയൊക്കെ നല്ലോണം സെറ്റായി വന്ന് ഉള്ളിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഇത് മതിയല്ലോ ആ മസാല കഴിക്കൊന്നുണ്ടാവില്ല. ഞാൻ എല്ലാം മരുപൊടിയും പോലെ കൊടുക്കും. ഉപ്പും പൊടിയൊക്കെ പാകാട്ടില്ല മക്കളെ. അപ്പം ഞാൻ അടുപ്പത്ത് നിന്ന് മാങ്ങി വെക്കാൻ പോവുകയാണ്. അടുപ്പത്തുനിന്ന് മാങ്ങി വെക്കുകയാണ്. മാങ്ങി വെക്കുകയാണ്. കോഴി പൊരിക്കാൻ പോവുകയാണ്. അല്ല, കോഴിനെ പൊരിക്കാൻ പോവുകയാണ്. ഇതാ ഇതിലേക്ക് എണ്ണയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കോഴി പൊരിക്കുകയാണ്. ആദ്യം ഇതാ ഞാൻ കുറച്ച് പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ട്രിപ്പാണിത്. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ, ചായ വരട്ടെ. ഓക്കെ, പായസം വെക്കാൻ പോവുകയാണ്. കോതമ്പ പായസം 2.5 ഗ്ലാസ് കോതമ്പുണ്ട്. അത് ഞാൻ വെക്കാൻ പോവുകയാണ് അടുപ്പത്ത്. തേങ്ങാപ്പാലും പൈപ്പാലും കൂടി കൊടുത്താണ് വെക്കുന്നത്. ഞാൻ പായസം വെക്കാൻ പോവുകയാണ്. പൊന്നാരൻ്റെ ചങ്കാലെ മണക്കല്ലായ മക്കളെ പായസം വെക്കാൻ പോവുകയാണ്. കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ചുകൂടി വെള്ളം പാർന്ന് വേകാനുള്ള വെള്ളം കുറച്ചുകൂടി പാർന്ന് കൊടുക്കണം. കുറച്ച് വെള്ളം പാർന്നിട്ടുണ്ട്. അതൊന്ന് വെന്ത് വരട്ടെ. കുക്കറിലാണ് പായസം വെക്കുന്നത്. അതൊന്ന് വെന്ത് വരട്ടെ. കണ്ടോ, അത് നമ്മൾ കത്തിച്ച് കൊടുക്കുകയാണ്. പായസം ഒന്ന് വെന്ത് നല്ലോണം വെന്ത് വന്നതിന് ശേഷം നമ്മളതിലേക്ക് തേങ്ങാപ്പാൽ, പശുവും പാൽ എല്ലാം ഇട്ട് കൊടുക്കും. മിൽക്കി പൊടിയൊക്കെ ഇട്ടിട്ടാണ് പായസം വെക്കുന്നത്. നമ്മളെ പാത്തുവിൻ്റെ ബർത്ത്ഡേന് അടിപൊളിയുള്ള പായസം, അടിപൊളി ചിക്കൻ ബിരിയാണി ചില്ലി ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇത് ഗ്യാസ് ഞാൻ വെച്ചിട്ട് കത്തിച്ചിട്ട് കുക്കർ അടച്ച് വെക്കാൻ പോവുകയാണ്. കുക്കർ അടച്ചെക്കാൻ പോവുകയാണ്.
കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. ഇല്ല കുക്കർ മൂടി വെച്ച് കത്തിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് മോന് വന്നിട്ടുണ്ട്, സ്കൂൾ വിട്ടിട്ട് മോന് വന്നിട്ടുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോവുകയാണ്. ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ വരാം. അപ്പോഴേക്ക് നമ്മളെ പായസം ലെവലാകട്ടെ. ഓക്കെ, ഇതാ കച്ചമ്പർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് ക്യാരറ്റ്, പച്ചമുളക്, വലിയ ഉള്ളി, കുക്കമ്പർ ഒക്കെ ഇട്ടുള്ള കച്ചമ്പർ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്കത് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് കൊടുക്കുകയാണ് ഗൈസ്. ഉപ്പ് പാകത്തിട്ട് കൊടുക്കുകയാണ് ഗൈസ്. അപ്പം ഞാൻ ഇപ്പോൾ സുർക്ക പാരാൻ പോവുകയാണ്. ഇതൊക്കെ പാടാൻ ജോയിൻ്റ് ആക്കി വരട്ടെ. സുർക്ക പാർന്നു കൊടുക്കുന്നുണ്ട്. സുർക്ക പാകത്തിൽ പറഞ്ഞ വല്ലാതെ കാരണം എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി വേണം, അത് മതി. ഞാൻ നല്ലോണം തിരുമ്പി ഇതാക്കി അതിൻ്റെ ഉപ്പും ആ എല്ലാ ഉള്ളിയും കൂടി ഒന്ന് മയങ്ങി ആ ഉപ്പും ആ സുർക്കിയും പാടെ എല്ലാത്തും കൂടെ ആകണം. നല്ലോണം ആ പച്ചമുളകിൻ്റെ ഏരിയൊക്കെ പാടി കൂടെ ആയാലാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ എളുപ്പത്തിൽ മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ നമ്മളെ കുക്കമ്പർ ലെവലായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഒക്കെ. ഇപ്പോൾ മുഴി പോയി മുഴി ഒറ്റയില്ല, ഉപ്പൊക്കെ പാകത്തിനും പുളിയൊക്കെ പാകത്തിനും. അപ്പോൾ അതാണ് ലെവലായിട്ടുണ്ട്. ഓക്കെ. ഗൈസ്, ഞാൻ പായസത്തിനുള്ള പാൽ തിളപ്പിക്കുകയാണ്. പായസത്തിനുള്ള പാൽ തിളപ്പിച്ചിട്ട് അത് സെറ്റായി വരട്ടെ. അപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ ചിരകി അതിൻ്റെ പാലും കൂടി എടുക്കണം. പിന്നെ 2 പഴം കൂടി കൂട്ടുന്നുണ്ട്, ചെറുപ്പഴം. അപ്പോൾ നല്ല ഗോതമ്പാണ് നല്ല ലെവലായി. അപ്പം പാത്രം ഞങ്ങളെല്ലാവരും ഉഷാറാക്കണം. ഗൈസ്, ഞാൻ പായസത്തിൽ വെല്ലം 5 അച്ച് വെല്ലം വെച്ചിട്ടുണ്ട്. 5 അച്ച് വെല്ലം വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഉരിക്കാൻ പോവുകയാണ്. കുറച്ച് വെള്ളം പാകത്താണ് ഇരിക്കുന്നത്. കുറച്ച് വെള്ളം മതി. ഒരു കോപ്പ വെള്ളം പാകുമ്പോൾ ഞാൻ ഉരുകി വരട്ടെ. കത്തിക്കുകയാണ്. ഈ മിൽക്കി ബേർഡും പാരുന്നുണ്ടായി. ഇതാ മിൽക്കി ബേർഡ്. അപ്പോൾ ഈ പാന്താൻ നമ്മൾ അടിപൊളി പായസം വെക്കാൻ പോകണം. ഗോതമ്പ് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഓക്കെ, തേങ്ങ ചിരണ്ടി പാലക്കട ചിരണ്ടി വെക്കുന്നുണ്ട്. പൊന്നാറിൻ്റെ മക്കളെ നിങ്ങൾ അടിപൊളിയാക്കണം, എന്തായാലും ചെയ്യണം. അടിപൊളി പായസമാണ് മക്കളെ ഞങ്ങൾ വെക്കാൻ പോകാം. അപ്പോൾ അത് വന്ന് വരട്ടെ. ഓക്കെ, അപ്പോൾ അതാ ഞാൻ കുക്കർ തുറക്കാൻ പോകുകയാണ്. ആദ്യമൊക്കെ പോയിട്ടുണ്ട്. നല്ല പോയിട്ടുണ്ട്. ഇവിടെ ഗോതമ്പ് അവിടെ വെന്ത് വന്നിക്കണോ നോക്കാനാണ്. ഇവിടെ വന്നിട്ടുണ്ട്. ഗോതമ്പ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇളക്കി കൊടുക്കട്ടെ. നല്ല ചിരട്ടക്കയിലാണ്. ഇതൊന്നും എവിടെ ഉണ്ടാവില്ല. പഴയ തള്ളാർ അളക്കണതാണ് ചിരട്ടക്കയിൽ. ഇപ്പോൾ എവിടെ ചിരട്ടക്കാരൊക്കെ കാണും, എവിടെയും കാണും. ചിരട്ടക്കാരൊക്കെ ഒരു രസമാണ് അല്ലേ? അവിടെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യും. ഇതേപോലത്തെ കയ്യിലുണ്ടായിരുന്നു. പോരുമ്പോൾ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ മെല്ലെ ഒരിക്കുക വെള്ളം പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതൊന്നുകൂടി കത്തിച്ചിട്ടില്ല, അവിടെ അടച്ച് വെക്കട്ടെ. ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് പാടാൻ പോകണുള്ളൂ. നമ്മൾ തേങ്ങാപ്പാൽ പിയ്യാൻ പോവുകയാണ്. തേങ്ങാപ്പാൽ ഇപ്പോൾ പായസത്തിലേക്കുള്ള തേങ്ങാപ്പാൽ പിയ്യാൻ പോവുകയാണ്. ഇതിലാണ് തേങ്ങാപ്പാൽ പോയതാണ്. അതിപ്പോൾ തേങ്ങാപ്പാൽ 1-ാം പാൽ എടുത്തിട്ടുണ്ട്. 1-ാം പാൽ എത്ര കിട്ടിയിട്ടുണ്ട്? 1-ാം പാൽ. ഈ 2-ാം പാൽ പിയ്യാണ്. ഉണ്ടാക്കണം. 1-ാം പാൽ പിയ്യാണ്. 2-ാം പാൽ 1-ാം പാലില്ല, 2-ാം പാലിതാ. ഇതിന് പിഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മളെ പാലിങ്ങോട്ട് പോരും. അപ്പോൾ നമ്മൾ നമ്മളെ പാലാണ് ഇങ്ങനെ എടുക്കും. മറ്റേ തുണിയൊക്കെ വായി കെട്ടി അതിലൊക്കെ തേങ്ങാപ്പാൽ പിഴിയുമ്പോഴേക്ക് ആ തുണിയെ തിരുമ്പാനും ഇതാക്കാൻ എടുക്കണം. ഇതാകുമ്പോൾ നമുക്ക് നേരെ എളുപ്പമാണ്. ആണ്ട് ഒഴിക്കാൻ മതി. അങ്ങനെ ചെയ്യണം. പാല് പിടിച്ച് പോകുന്നുണ്ട്. അടിപൊളിയാണ് നമ്മളെ പാൽ, തേങ്ങാപ്പാൽ. വരാം. അപ്പോൾ അതാ ഇങ്ങനത്തെ തേങ്ങാപ്പാൽ പിടിക്കുന്നത് നിങ്ങൾ വാങ്ങിക്കണം. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ
അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും മക്കളെ. ഞാൻ പായസത്തിലേക്ക് തേങ്ങാപ്പാൽ പാർന്ന് കൊടുക്കുകയാണ്. ഇതാ തേങ്ങാപ്പാൽ പാരാൻ പോകാണ്. ഒന്നാം പാൽ അരിപ്പരിക്കണ എടുത്താ അരിപ്പരിക്കണ ഇതാ ഇതാ ഒന്നാം പാൽ പോയി പാരിയാണ്. ഒന്നാം പാൽ ഇതാ ഒന്നാം പാൽ പാരിയാണ് പായസത്തിലേക്ക്. രണ്ടാം പാൽ ഇതാ രണ്ടാം പാലൊക്കെ ഒഴിച്ചു കൊടുക്കണത്. അത് ഞാൻ ഒഴിച്ചത് രണ്ടാം പാൽ തന്നെയാണ്. ഇതാ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നാം പാൽ പറഞ്ഞു കൊടുക്കാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ്. ഒന്നും കൂടി ഉണ്ട് പായസത്തിലേക്ക് ഒന്ന് സെറ്റായി വരട്ടെ. ഇതാണ് നല്ല വെന്തിട്ട് ഇങ്ങനെ വന്നപ്പോൾ പായസമൊക്കെ അടിപൊളിയായിട്ട് വന്നപ്പോൾ നമ്മളേക്ക് ഒന്ന് ശരിയായി രണ്ടാം പാലും ഒഴിച്ചു കൊടുക്കുകയാണ്. രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൊണ്ട് ചേർക്കാൻ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തു. നിങ്ങൾ ഇത് വെച്ചോളി. ഗോതമ്പും നമ്മൾ രണ്ടാം പാലും ഒന്നാം പാലും പാർന്നിട്ടുണ്ട്. ഒന്ന് കുറച്ച് വെള്ളം കൂടി പാർന്ന് കൊടുക്കുന്നുണ്ട്. നമ്മളിനി ശർക്കര പാർന്ന് കൊടുക്കുകയാണ്. ശർക്കര പാർന്ന് കൊടുക്കുന്നുണ്ട്. ശർക്കര ഒരുക്കിയത് കുറച്ച് പാർന്ന് കൊടുക്കുകയാണെങ്കിൽ വല്ല കല്ലോ മുള്ളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ തൊള്ളയിൽ കടിക്കുക. അപ്പോൾ അതിനാണ് അരിച്ച് പോയത്. ഇതാ അപ്പോൾ നമ്മൾ കോടമ്പ് പായസം അങ്ങനെ ഏകദേശം സെറ്റായി വന്നാൽ ഉണ്ടാക്കാം. എന്താ അതിൻ്റെ കളറും ഒക്കെ ഉണ്ടാക്കാം. നല്ല രസമാണ്. കളറിനെ കാണുമ്പോൾ കട കുടിച്ചാൽ നോക്കും. ഇങ്ങനെ വിചാരിച്ചില്ല ഞങ്ങളിപ്പോൾ വന്നാൽ കുടിക്കുക. വന്നാൽ നമുക്ക് കുടിച്ച് പോകാം ഒരു ഗ്ലാസ് പായസം. അപ്പോൾ നമ്മളേക്ക് അവൻ തിളച്ച് വരട്ടെ. നല്ലോണം ഒന്ന് തിളച്ച് ഒരു ലേശം ഏലക്കായുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നുള്ളിട്ട് കൊടുക്കണം. നല്ല കുത്തുള്ളൂ. ഏലക്കായുടെ പൊടി പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളി ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നുള്ള് തോനെ പാടില്ല, പാല് വരലുള്ളൂ. നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെന്താ അതിൻ്റെ മധുരം അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടണമെന്നൊന്നുമില്ല. ഞാൻ ഇട്ടിട്ടുണ്ട് ലേസം. ഇനി എനിക്ക് നമ്മളിതാ ഏകദേശം അത് സെറ്റായി വന്നു. ലേസം കൂടി ഇത് പിന്നെന്താ വെല്ലം ഉരുക്കിയത് പാർന്ന് വെക്കുകയാണ്. ഇതിലേക്കത് പാർന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ തിളച്ചൊന്ന് വരട്ടെ. അതിലേക്ക് ഞാൻ രണ്ട് ചെറുപഴം ഇട്ട് കൊടുത്ത് താത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മണം കിട്ടുമ്പോഴേ ടേസ്റ്റാണ്. ഇടണമെന്നൊന്നുമില്ല, വേണമെങ്കിൽ ഇട്ടോളി. നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടോളി. ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് ഇടാൻ പോണത്. വഴിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ മണം അതാ വെന്ത് ചേരുമ്പോൾ പഴത്തിൻ്റെ ആ മണോ ആ ഏലക്കായുടെ മണോ ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് ടേസ്റ്റാണ് കുടിക്കാൻ. അപ്പോൾ അതൊന്ന് ഒന്നുകൂടി ചൂടായി വന്നാൽ നമ്മൾ പൈപ്പാൻ കുറച്ച് പാർന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം. എൻ്റെ പാത്തുവിൻ്റെ ബർത്ത്ഡേ ആവുകൊണ്ടാണ് ഈ പായസമൊക്കെ വെക്കുന്നത്. കുറച്ച് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ പാത്തുവിനൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാ ബെൽബട്ടനോടാണ് അമർത്തിക്കോളി മക്കളെ. നിങ്ങൾ ഒന്നും പറയാനാണ് അമർത്തിക്കോളി. ചായ കുടിക്കണതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ ചായ ആണ് കൂട്ടി വെച്ചിട്ടുണ്ട്. അത് ആറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അവൻ തിളച്ച് വരട്ടെ. നമ്മുടെ പായസം ഇവിടെ സെറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാ നോരയൊക്കെ പൊന്തിയിട്ടുണ്ട്. നോരാന്ന് പറഞ്ഞാൽ തിളച്ച് വരട്ടില്ലേ. ഇതാ തിളച്ച് വന്നിട്ടുണ്ട് ഗൈസ്. ഇതാ ഞാൻ എനിക്കിതാ പശുപാൽ പാർന്ന് കൊടുക്കാൻ പോവുകയാണ്. കുറച്ചേ പാർന്ന് കൊടുക്കണുള്ളൂ. ഇതാ പശുപാൽ ഇവിടെ കാച്ചി വെച്ചിട്ടുണ്ട്. തുള്ളി പാർന്ന് കൊടുത്താൽ മതി. നല്ല നെയ്യോട് കൂടി തന്നെ പാർന്ന് കൊടുക്കാൻ. അപ്പോൾ അതാ ഇത്രയും മതി നമ്മുടെ പശുപാൽ. പശുപാൽ പാർന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പ് ആയി വന്നിട്ടുണ്ട്. ഒന്ന് വന്ന് നോക്കിയാൽ കഴിഞ്ഞു. ഇനി മധുരം ഞാനൊന്ന് എത്ര ഉണ്ട് നോക്കട്ടെ. ഒരു രസമില്ല. ആ പഴത്തിൻ്റെ മണവും എന്താ ടേസ്റ്റ്. പൊന്നാരൻ്റെ മക്കളെ ഒന്നും പറയണ്ട. ചങ്കളെ എന്താ ഒന്നും പറയണ്ട. നല്ല പായസമായി വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് മിൽക്കി ബേഡ് പാർന്ന് കൊടുക്കുകയാണ്. ഒന്നുകൂടി ഒരു തിളച്ച് വരട്ടെ. പിന്നെ നമ്മൾ അതിലേക്ക് മിൽക്കി ബേഡിൻ്റെ ഇത് പാർന്ന് കൊടുക്കും. ഞാൻ പാലൊന്നും പാരുന്നില്ല. അപ്പോൾ പാല് പാർന്ന് കുറുകിയിട്ടുണ്ട്. ഇനി അതിലേക്ക് മിൽക്കി ബേഡ് പാർന്ന് കൊടുക്കാൻ പോവുകയാണ്. മിൽക്കി ബേഡ് അതുകൊണ്ട് പാർന്ന് കൊടുത്താൽ നമ്മളെ പായസം സൂപ്പറായിട്ടുണ്ട്. പാർന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നിട്ട് അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അത് തിളച്ചൊന്നും വന്നോട്ടെ. അപ്പോഴാണ് അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. കണ്ടോ തിളച്ച് വരുന്നുണ്ട്. തളേൻ്റെ തലയൊക്കെ നടക്കണം. അപ്പോൾ അത് തിളച്ച് വന്നോട്ടെ. എന്നിട്ടാണ് ഞാൻ മിൽക്കി ബേഡ് പാർന്ന് കൊടുക്കുന്നത്. പിന്നെ
മിൽക്കി ബേഡ് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് തിളച്ചതിൻ്റെ ശേഷമാണ് ഇപ്പോൾ തിളച്ച് വരാം. എന്താ ആണോ ഞാനായിരിക്കും മിൽക്കി ബേഡ് പറഞ്ഞു കൊടുക്കുകയാണ്. മിൽക്കി ബേഡ് കുറച്ചേ പറഞ്ഞുള്ളൂ. മിൽക്കി ബേഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇനി മിൽക്കി ബേഡിൻ്റെ ആവശ്യമില്ല, കാരണം ഇപ്പോൾ തന്നെ മധുരം കൂടുതലാണ്. അപ്പോൾ മിൽക്കി ബേഡ് പറഞ്ഞു കൊടുക്കില്ല, അല്ലാതെ പറഞ്ഞു കൊടുക്കില്ല, കുറച്ചേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. മസ്തല് വേണ്ട. അപ്പോൾ ഇതാ മിൽക്കി ബേഡ് സെറ്റായിട്ടുണ്ട്. കുറച്ചുകൂടി പാല് വേണം തോന്നുന്നുണ്ട്. അപ്പോൾ ലേസോടി പാല് വരാം, നമുക്ക് ലേസോടി പാല് വേണ്ടിട്ടുണ്ട്. ഒന്നുകൂടി അതിൻ്റെ ആ പാലിൻ്റെ കളറൊക്കെ കിട്ടിയാലേ ഒരു ടേസ്റ്റാണ്. ആ പഴം കണ്ടാൽ കടന്ന് പറയുന്നുണ്ട്. ചെറുപഴാട്ടിയ ചെറുപ ഞാലിപ്പൂവൻ പഴം എന്നൊക്കെ പറയില്ലേ, ആ പഴം ഞാൻ കിട്ടിയിട്ടുള്ളത് ഞാലിപ്പൂവൻ പഴം എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ആ പസർമയൊക്കെ ഇതിക്ക് പിടിക്കും. അപ്പോൾ അതാണ് ആ ടേസ്റ്റ് കിട്ടണം. അതിൻ്റെ ആ ഒരു സത്തതൊക്കെ ഇറങ്ങി പോകുമ്പോൾ ആ പായസത്തിന് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ചായ ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ചായ കുടിക്കണ്ടേ, ചൂടാറി വന്നിട്ടുണ്ട്. ഞാൻ അതാണ് ഏകദേശം അത് തള വന്നിട്ടുണ്ട്. തള വന്ന് ലെവലായിട്ട് ഞാൻ എനിക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അട്ടിപ്പൊളി പായസം. അപ്പോൾ നമ്മളിത് ഒന്നുകൂടി കണ്ട് തിളച്ചതിന് ശേഷം നമ്മളിത് മാങ്ങി വെക്കാൻ പോവുകയാണ്. അടുത്ത ഗ്യാസ് വന്ന് ഓഫാക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ടേസ്റ്റ്. അതും ലെവലായിട്ടില്ല. അപ്പോൾ ഞാൻ ഓഫാക്കുകയാണ്, ഗ്യാസ് ഓഫാക്കുകയാണ് മക്കളെ. അപ്പോൾ എല്ലാതും ഇട്ടിട്ടുണ്ട്. ഞാൻ പറയിലാണ് കടന്നോട്ടെ, ഇപ്പോൾ എടുക്കണില്ല എന്നൊക്കെ. അപ്പോൾ ഞാൻ അടുപ്പത്തു നിന്ന് ഓഫാക്കാൻ പോവുകയാണ്. ഗ്യാസ് ഓഫാക്കാൻ പോവുകയാണ്. ഗ്യാസ് ഓഫാക്കി ഞാൻ വേറെ അടുപ്പത്തേക്ക് ഇത് വാങ്ങി വെക്കുകയാണ്. അതവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മുടെ പായസം ഇവിടെ ലെവലായി. ഈ ചില്ലി വറക്കാൻ പോകും. നമ്മുടെ ചില്ലി ഗൈസ്, നമ്മൾ ചില്ലി ഇതാ വറുത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വട്ടം വറുത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തവണ വറുത്ത് കാട്ടില്ല, വറുത്തിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. അടിപൊളി ചിക്കനാണ്. ഈ രണ്ടാമത്തെ ടിപ്പ് ഇട്ട് കൊടുത്തിട്ടാണ്. അത് ഒരു മൂത്ത് വരണം. ഞാൻ നല്ലോണം മൂത്ത് വരട്ടെ. അപ്പോൾ ഞാനതാ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നല്ലോണം മൂത്ത് വന്നാലാണ് ആ ചിക്കൻ്റെ ഒരു രസം കിട്ടുള്ളൂ. എന്നാൽ മീഡിയം സൈസിലേ മൂക്കാൻ പറ്റുള്ളൂ അല്ലേ. അതിലധികം മൂക്കാൻ പറ്റൂല. പന്നാര മക്കളെ ചെത്തിയിട്ടുണ്ട്. അടിപൊളി ഇതായിട്ട് നമ്മൾ ചെത്തി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ ഇടാനുള്ളതാണ് ഇത്. അതിൻ്റെ മുകളിൽ കൂടെ ഇടാനുള്ളതാണ് ഈ പച്ചമുളക്. നമ്മൾ പൊരിച്ചിട്ട് അതും അതിൻ്റെ മുകളിൽ കൂടെ ഇട്ടാൽ പിന്നെ കരിവേപ്പില അതൊക്കെ നമ്മൾ ഒന്ന് വറുത്ത് മൂപ്പിച്ചു. അപ്പോൾ കണ്ടില്ലേ, ബിരിയാണി ചോറ് വെക്കാൻ പോവുകയാണ്. അതിന് ഒരു വലിയൊരു ചെമ്പ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തോളി. ഞാൻ അന്ന് ആ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. നല്ലോണം വറ്റി വന്നതിന് ശേഷം ഞാൻ വെക്കാൻ പോണത്. അടിപൊളിയായി കഴിഞ്ഞാൽ മണം കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണയിലാണ് ഞാൻ വെക്കാൻ പോണത്. വെളിച്ചെണ്ണയിലാണ് വെക്കുക. കുറച്ചുകൂടി എണ്ണ വളമില്ലാതെ എണ്ണ പറഞ്ഞാൽ കയ്യിൽ കളിച്ചുള്ളൂ. അപ്പോൾ അതൊന്ന് നല്ലോണം മൂത്ത് വരട്ടെ. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ കത്തിച്ചിട്ടില്ല, കത്തിക്കാൻ പോകുകയാണ്. എണ്ണ മൂത്ത് വരട്ടെ. പാത്രം കെട്ടിയാണ് ഞാൻ തന്നെ കെട്ടിയൊക്കെ. നാളൊക്കെ എന്തെങ്കിലും പറ്റാറുണ്ടാവും. എന്താണല്ലോ കച്ചവടം എന്ന് വെച്ചാൽ നിങ്ങളതിന് ചീപ്പാത്രം എടുത്തോളി. ഞാൻ ഉണ്ടാവും. ഞാൻ ഇവിടെ കൊണ്ടു കൊടുത്താൽ ഞാൻ അവിടെ മറ്റേ പാത്രമൊക്കെ നിൽക്കുന്നത് ചിച്ചട്ടെ. ഞാൻ നിങ്ങൾ ഇവിടെ എടുക്കാൻ വന്നാൽ എങ്ങനെ ശരിയാവും. എല്ലാവർക്കും അതാകൃതി കാട്ടണം. ഞാൻ നേരത്തെ മസാലയാക്കി വെച്ചിരുന്ന മസാല ഒന്ന് ചൂടാക്കി വെക്കാൻ വെച്ചിട്ടുണ്ടായിരിക്കും. കോഴി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നേരത്തെ ഇതിൻ്റെ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോഴത്തെ അവിടെ മോൻ വന്നിട്ട് തൊഴിലെടുത്താൻ വന്നപ്പോൾ ആണ് മറന്നതാണ്. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ മസാല കൊടുക്കാൻ പോവുകയാണ്. മസാല കോഴിനെ പൊട്ടി കൊടുക്കാണ് മക്കളെ. അപ്പോൾ ഞാൻ കോഴിനെ പൊട്ടി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കോഴിനെ പൊട്ടി കൊടുക്കുകയാണ്. എനിക്ക് പൊട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. ആ മസാലയൊക്കെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വരണം. എന്നാലാണ് അതിൻ്റെ ആ കോഴിയുടെ രസം കിട്ടുള്ളൂ, കുമ്പുളിയൊക്കെ കിട്ടുള്ളൂ. ആ മസാല അതിലേക്ക് വന്നാൽ നമ്മുടെ കോഴി അടിപൊളിയായി സെറ്റായി. മസാലയൊക്കെ വരുന്നതാണ്. മസാല ഇങ്ങനെ വരുന്നതാണ്. മസാലയൊക്കെ സെറ്റായി. അപ്പോൾ നമ്മളെ കോഴി അടിപൊളിയായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മക്കളെ ഇതാണ് വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഇങ്ങനെ പോലെ വെച്ച് നോക്കിയിട്ട് മസാലയൊക്കെ അതിൻ്റെ നേർക്ക് വന്നാലാണ് ആ കോഴിയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ.
ഞാൻ നേരെ വെളുക്കുമ്പോൾ തുടക്കിയതാണ് ഈ പനി. പന്ന മസാല കഴിഞ്ഞ നേരക്ക് വന്നിട്ടുണ്ട്. നമ്മൾ കോഴി ഒന്നാണ് കറന്നിട്ടൊന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ ഞാനൊന്ന് മൂടി വെക്കാൻ പോവുകയാണ്. മൂടി വെക്കണം. ഒന്നും നീര് കഴിഞ്ഞിട്ട് ഞാനത് മാങ്ങി വെക്കാൻ പോവുകയാണ്. ഒന്നിങ്ങോട്ട് ചൂടായിട്ട് അതൊന്ന് ഇതാക്കണം. നമ്മളത് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇളക്കി കൊടുക്കട്ടെ, ഒന്നുകൂടി ഇളക്കി സെറ്റാക്കട്ടെ. അപ്പോൾ അതിൻ്റെ മേലത്തത് അടിയിട്ടത് മേലേക്ക് വന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നൊക്കെ നല്ല ലെവലായിട്ടുണ്ട്. നമ്മളെ കോഴി ഇവിടെ ലെവലായി. ഞാനത് മാങ്ങി വെക്കാൻ പോവുകയാണ്. അതിൻ്റെ മുകളിലേക്ക് ലേസം നമ്മളെ കനൽ കോരി കൊടുത്താൽ അതൊന്ന് അടി മുകളും പാടെ ഒന്ന് സെറ്റാവും. അപ്പോൾ ഞാനത് മാങ്ങി കൊടുക്കാൻ പോവുകയാണ്. മാങ്ങി കൊടുക്കാൻ പോവുകയാണ്. കോഴി ഇപ്പോൾ മാങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ലേസം കനൽ കോരി കൊടുക്കുകയാണ്. ഞാൻ ചോറ് വെക്കാൻ പോകുകയാണ്. വലിയ ചെമ്പട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ എണ്ണ ചൂടായി വരട്ടെ. ഇതാ അടിപൊളി ചോറ് വേറെയും കോഴി വേറെ ആക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത്. ഒന്നിന് ദമ്മിട്ടല്ല വെക്കുന്നത്. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ എല്ലാവരും മക്കളെ, ഇപ്പോൾ ഇതേപോലെ നിങ്ങൾ എൻ്റെ പാത്തുവിന് സപ്പോർട്ട് കൊടുക്കണം. ഞാൻ പിന്നെയും പറയാണ്. ഞാൻ അതിലേക്ക് കറുകപ്പട്ട, വലിയ ജീരകം, കുരുമുളക്, പിന്നെ കറാമ്പൂവ്, ഏലക്കായ് ഒരു 10-12 മതി. അല്ലാതെ അതിൻ്റെ കുത്ത് തോന്നും. അപ്പോൾ കുറച്ച് മതി. ഏലക്കായും കറാമ്പൂവൊക്കെ കുറച്ച് ആവശ്യമുള്ളൂ. അപ്പോൾ വല്ലാതെ കുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ആൾക്കാർ വന്ന് കുത്തുകയാണ് എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ പൂവാണിത്. എന്താ പേര് പറയാൻ എനിക്കറിയില്ല. അപ്പോൾ ഇത്ര മതി. അപ്പോൾ ഞാൻ കൊടുക്കാണ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരട്ടെ. അത് മൂത്തായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കൊടുക്കാൻ പോകുന്നത് വെളുത്തുള്ളി ചതച്ചതാണ് കൊടുക്കുന്നത്. ഇത് ചതച്ചത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കൊടുക്കാൻ പോകുന്നത് എഞ്ചി ചതച്ചതാണ്. എഞ്ചി ലേസം ചതച്ചതായിട്ട് കൊടുക്കുന്നത്. ഈ ലേസം പച്ചമുളക് കൊടുക്കുന്നുണ്ട്. അതിന് മൂത്ത് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരട്ടെ. അതിൻ്റെ പച്ചമുളകൊക്കെ നല്ലോണം ഒന്ന് മാറി വന്ന ശേഷമാണ് ഞാനിത് വെള്ളം പാരാൻ പോകുന്നത്. അരി വറുത്തിട്ടാണ് വെക്കുന്നത്. അരി നല്ലോണം വറുത്ത് ശരിയായിട്ട് വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ അരി വറുക്കാൻ പോവുകയാണ്. അരി പൊട്ടി കൊടുക്കാൻ പോവുകയാണ്. ഇതാ അരി 2 കിലോ അരി ഉണ്ട്. അത് ഞാനിപ്പോൾ കൊട്ടി കൊടുക്കുകയാണ്. കൊട്ടി കൊടുക്കുക. അപ്പോൾ വറുത്താലാണ് അതിൻ്റെ രസം കിട്ടുള്ളൂ. വറുത്ത് വെച്ചാൽ ഒന്നുകൂടി ടേസ്റ്റാണ് മക്കളെ. ഒന്നുകൂടി ടേസ്റ്റ് വറുത്ത് വെച്ചാൽ. അപ്പോൾ അതിതാ ഇങ്ങനെ ഒന്ന് ഇളക്കിയ വെളുത്തുള്ളി ഏലക്കായൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് അതിലൊന്ന് സെറ്റായി വരട്ടെ. അപ്പോഴാണ് നമ്മൾ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി അരിക്കാൻ വെള്ളം എല്ലാതെ അരി വറുത്താൽ ബലം വെക്കുള്ളൂ. അപ്പോൾ എനിക്ക് വെള്ളം പാൽ കൊടുക്കാൻ പോവുകയാണ്. വെള്ളം പാലിയാണ്. രണ്ട് ചെറിയ ചെമ്പട്ടിക്ക് അലുമിനിയം ചെമ്പട്ടിക്ക് 2 ചെമ്പട്ടി വെള്ളം പാർന്നിട്ടുണ്ട്. ചുടുവെള്ളം ഇട്ടില്ല. ചുടുവെള്ളം പാർന്നാലേ ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പച്ചവെള്ളത്തിനാവുമ്പോൾ അതിൻ്റെ ഒരു രസം കിട്ടൂല. ചുടുവെള്ളം ഞാൻ പാർന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ എനിക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അടിപൊളി നമുക്ക് വരട്ടെ. നമ്മളെ ബിരിയാണിയൊക്കെ സെറ്റായി വരട്ടെ. കുറച്ചും വെള്ളം വേണം. അത് തിളച്ച് വരാം. എൻ്റെ നമ്മൾക്ക് ക്യാരറ്റ് ലേസം ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ലേസം ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ലേസം വേപ്പിൻ്റെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കരിവേപ്പിൻ്റെ ഈ വെള്ളത്തിൽ കൂടെ കൊടുത്താൽ അതിൻ്റെ രസം വേറെയാണ്. ആ മണം കിട്ടുമ്പോൾ രസം വേറെയാണ്. പിന്നെ നമ്മൾക്ക് നാരങ്ങ നീര് ലേസം പാർന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ലേസം തൈര്, കുറച്ച് തൈര്, 1 സ്പൂൺ തൈര് പാർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളതിലേക്കുള്ള കാര്യങ്ങൾ. ഇനി ഇതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇതൊക്കെ ഒന്ന് വന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഞാൻ മൂടി വെക്കാൻ പോവുകയാണ്. മൂടി വെച്ചിട്ടുണ്ട്. ഞാൻ അതൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. ഒരു കാര്യം ഞാൻ മറന്നിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ട്. ഉപ്പ് ലേശം കൊടുക്കട്ടെ. ഉപ്പ് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുക. എനിക്ക് കല്ലുപ്പോനോടാണ് താല്പര്യം. പൊടിപ്പിട്ടാൽ എനിക്ക് കയറുള്ളൂ. കല്ലുപ്പിട്ടാൽ കയറൂല. കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നന്നായി ഒന്ന് അളക്കട്ടെ. ഇളക്കിയിട്ടുണ്ട്. ഞാനൊന്ന് വെന്ത് വരട്ടെ. തിളച്ച് ഗൈസ് ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചതാ വരുന്നു. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതാ അപ്പോൾ നമ്മൾ ഇതൊക്കെ അങ്ങനെ തിളച്ച് വന്ന് സെറ്റാകാൻ നോക്കിയിട്ടുണ്ട്. തിളച്ച് വന്നിട്ടുണ്ട്. നല്ലോണം തിളച്ച് വാങ്ങാണ്ട് ഒന്നുകൂടി മൂടി വെക്കുകയാണ്.
ഇപ്പോൾ ആ ശരിക്കും തിളച്ച് വന്നിട്ടുണ്ട് പൊന്നാര മക്കളെ അടിപൊളി കേട്ടോ. ഇതാ ഒന്നും പറയാലോ രക്ഷയില്ല. പൊന്നാര മക്കളെ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നെയ്ച്ചോറ് ബിരിയാണിക്കുള്ള ചോറ് തിളച്ച് വന്നിട്ട് ഞാൻ വേറെയാണ് വെക്കുന്നത്. വേറെ ലെവലാണ് ആശിച്ചത്. അപ്പോൾ അതാ ഞാൻ ഒന്ന് സെറ്റായി. പൊന്നാരൻ്റെ മക്കളെ ഏതാണ്ടൊക്കെയൊക്കെ കള്ളൊക്കെ വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ചോറ് ഇവിടെ സെറ്റായിട്ട് വരുന്നുണ്ട്. അടിപൊളി ചോറ് വന്നിട്ട് ഒന്നുകൂടി വാങ്ങാനുണ്ട്. ഇവിടെ അടിപൊളി സെറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ജീരകശാല അരിയാണ് ഞാൻ ചോറ് വെക്കുന്നത്. ഒന്ന് സെറ്റായി വരട്ടെ. പൊന്നാര മളേ സെറ്റായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോറും ഇവിടെ ലെവലായിട്ടുണ്ട്. ആദ്യം ഒന്ന് ഇറക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പൊടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ അതൊക്കെ ലെവലായി വന്നിട്ടുണ്ട്. ഒന്നുകൂടി വറ്റി വരാണ്ട്, ഒന്നുകൂടി വറ്റി വരട്ടെ. അപ്പോൾ നമ്മൾ മുകളിലേക്ക് 6 kg ഒക്കെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചോറ് ഞാൻ 6 kg ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ചോറ് ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ദമ്മിട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ഒന്നും കൂടി ആ ചോറ് അരി കടന്നിട്ട് വേഗം ഇതാണൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇതാ ഞാനത് അതിലേക്ക് ദമ്മിട്ട് കൊടുക്കാൻ പോവുകയാണ്. മാങ്ങക്കാൻ അരി പിടിച്ച് കഴിഞ്ഞാൽ മാങ്ങാൻ പറഞ്ഞ ഞാൻ കൽപ്പം എന്താണ്. അപ്പോൾ നമ്മൾ ആ അടുപ്പത്തു നിന്ന് മാങ്ങി വെക്കുകയാണ്. എനിക്ക് നമ്മൾ ഇതൊക്കെ മാങ്ങാൻ പോവുകയാണ്. ഇതാ എടുത്തുകൊണ്ട് വെച്ചോളി. ആണല്ലേ. ഇത് നമ്മളെ ചോറ് ഇനി നമ്മൾ 6 kg ഒഴിച്ചെടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഇതാ 6 kg ഒഴിച്ചെടുക്കാൻ പോവുകയാണ്. ഇതാ 6 kg ഒഴിച്ചെടുക്കാൻ പോവുകയാണ്. 6 kg ഒഴിച്ചെടുത്തിട്ടുണ്ടെന്ന് സെറ്റാക്കണം. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുളക്കിയാൽ അതിൻ്റെ മണം അതിൽ കൂടെ ചെല്ലുള്ളൂ മക്കളെ. ഒന്നുകൂടി തുള്ളി കൂടി പാരേണ്ടതായിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടി പാർന്ന് കൊടുക്കട്ടെ. എൻ്റെ പാത്രത്തിന് അടിപൊളിയാക്കണം ഞങ്ങൾ. അപ്പോൾ 6 kg പാർന്നിട്ടു. ലെവലാക്കി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒക്കെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇതാ പാത്ത് വന്നിട്ട് പാത്തുമാണ് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ബർത്ത്ഡേ പാത്തുമാണ് വന്നിരിക്കുന്നത്. ഞാനിതാ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഉള്ളി ലേസം മല്ലിച്ചപ്പിൻ്റെ ഇല ഒന്നങ്ങനെ പതിൽ കൂടെ. അപ്പോൾ നമ്മൾ ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അത് നമ്മൾ പൊന്തിച്ച് തന്നെ വേണം. എന്ത് പൊന്തിച്ച് അപ്പോൾ നമ്മളെ ചോറ് ഇതാ ലെവലായിക്കോളും. ഞാൻ അതിൻ്റെ മുകളിൽ ഇതാ കനൽ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇതാ കനൽ. അപ്പോൾ എല്ലാവരും സെറ്റായിട്ടുണ്ട്. നമ്മളെ കനലൊക്കെ ഇട്ട് നമ്മളെല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ലേശം കൂടി കനൽ വേണം. അപ്പോൾ മക്കളെ നമ്മളെ ചോറും മസാലയും ഇവിടെ ലെവലായി. ഓക്കെ.
ഹലോ ഗൈസ്, ഞാൻ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ബൂസ്റ്റിന് വെള്ളം വെച്ചിട്ടുണ്ട്. ബൂസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. എൻ്റെ പാത്തുവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ബൂസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കൊക്കെ കൊടുക്കണം. ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബൂസ്റ്റും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മധുരം കുടിക്കുന്ന ആൾക്കാർക്കുള്ളതാണ്. ഇത് ഷുഗറുള്ള ആൾക്കാർക്കാണ് പാൽപ്പൊടിയും ബൂസ്റ്റും ഇട്ടിട്ടുള്ളത്. ഇനി ഇതിൽ പാൽപ്പൊടി ഇട്ടിട്ടില്ല. പാൽപ്പൊടി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഗൈസ്, ഞാൻ ഹോർലിക്സ് ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ നിൽക്കുകയാണ്. ഹോർലിക്സ് കൊടുക്കുന്നത് വളമ്പി വെച്ചിട്ടുണ്ട്. മധുരമില്ലാത്തത് മധുരമുള്ളതാണ് അവർക്ക് കൊടുക്കാൻ നിൽക്കുന്നത് വളമ്പി വെച്ചിട്ടുണ്ട്.